കിക്ക് ബോക്സിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് 2024 നമ്മുടെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളിയാണ്, കൊല്ലംകാരനായ രാഹുൽ. രാഹുലിനെ കാണാൻ വേണ്ടി ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എറണാകുളം കാക്കനാടുള്ള ട്രാൻസ്ഫോമേഴ്സ് ജിമ്മിലാണ്. വെറുതെ ഞാൻ നിന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നതിലും നല്ലത് നമുക്ക് നേരെ പോയി രാഹുലിനെ മീറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് രാഹുലിനെ ഒന്ന് പരിചയപ്പെടാം. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. I swear to God they all let me down. I always fought just to win the crown. I'm pissed off at these fucking clowns. We're on top, they deserve it now. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. ഹലോ. ഹായ്. ഹായ്. ചാമ്പ്യൻഷിപ്പിന്റെ പ്രാക്ടീസിലൊക്കെയാണോ? അതെ. അപ്പൊ എന്നാ പോകുന്നത് നമ്മുടെ കിക്ക് ബോക്സിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് 2024 കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത്? ഇപ്പൊ രാഹുലാണ്, ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് രാഹുലാണ്. എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ് എല്ലാം നല്ലോണം പോകുന്നു. ഡയറ്റും കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് പോകുന്നു. 31 ഫ്ലൈറ്റ്. ഒരു ഫെബ്രുവരി 1 to 6 വരെ ചാമ്പ്യൻഷിപ്പ് നടക്കും. അപ്പൊ എങ്ങനെയുണ്ട്? ഫുൾ വർക്കൗട്ട് ഒക്കെ ഇവിടെ തന്നെയാണ്? നമ്മളിപ്പോ ജിമ്മിനെ പറ്റി പറഞ്ഞായിരുന്നു. ഫുൾ വർക്കൗട്ട് ഞാൻ പേഴ്സണൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് കൊല്ലത്തും. അവിടെയാണ് എൻ്റെ അക്കാഡമി, ഫീനിക്സ് ഫൈറ്റിംഗ് ക്ലബ്ബ്. അവിടെ എൻ്റെ മാസ്റ്റർ രാഹുൽ മാസ്റ്റർ, പുള്ളിയാണ് കേരള ടീമിൻ്റെ കോച്ച്. പുള്ളിയാണ് എന്നെ കോച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ വീക്ക്ലി സാറ്റർഡേ സൺഡേ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. പിന്നെ കോച്ചിങ് കാര്യങ്ങളും ഉണ്ട്. പിന്നെ വെയിറ്റ് ട്രെയിനിങ്ങിനും ഇതിനും വേണ്ടിയിട്ട് ജിമ്മിൽ നമുക്ക് ബാക്കിയൊന്ന് നടന്ന് ജിമ്മൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് സംസാരിക്കാം. രാഹുലിന്റെ ഈ ചാമ്പ്യൻഷിപ്പിലോട്ടുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ചാമ്പ്യൻഷിപ്പിലോട്ടുള്ള എൻട്രി ബേസിക്കലി എൻ്റെ കോച്ചാണ് എന്നെ കിക്ക് ബോക്സിങ്ങിലോട്ട് കൊണ്ടുവരുന്നത്. എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ചേട്ടനായിരുന്നു. പുള്ളി ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഇവിടെ ഉത്സവപ്പറമ്പ് ഞാനൊരു അടി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നീ അവിടെ പോയി അടി ഉണ്ടാക്കണ്ട, ലീഗലായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ കിക്ക് ബോക്സിങ്ങിൽ ആദ്യം ഡിസ്ട്രിക്ട് പ്രാക്ടീസ് ഒരു 3-4 മാസം, ഒരു 20 ഏജിൽ. അപ്പോൾ ഡിസ്ട്രിക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3-4 മാസം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് എന്നെ ജാബും ക്രോസും ഫ്രണ്ട് കിക്കും മാത്രം പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചു. അന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ആ മാച്ച് ഫുള്ള് ഞാൻ ജയിച്ചായിരുന്നു. അതിനുശേഷം എനിക്ക് നാഷണൽ പോയി, നാഷണൽ മെഡൽ ഉണ്ടായിരുന്നു. പിന്നെയും രണ്ടാമതും ഇതേ സെയിം റൊട്ടീൻ അടുത്ത വർഷം ഉണ്ടായി. അപ്പോൾ പിന്നെയും നാഷണൽ മെഡൽ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻ്റർനാഷണൽ പോകുമായിരുന്നു. അപ്പോൾ ഇതിനുള്ളൊരു സാമ്പത്തികം ഇച്ചിരി കഷ്ടപ്പാടും, ഒത്തിരി എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. അതെനിക്കന്ന് സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് തന്നെ സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ടൈം ആകുമ്പോൾ പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വർഷം വന്നപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലും ക്യാഷായി അങ്ങനെ പോകുമെന്ന് വിചാരിച്ചു, ഫിക്സ് ചെയ്തു. നമ്മൾ നോർമലി ഇങ്ങനെ കേൾക്കാറില്ലേ, ഈ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഒക്കെ പോകുമ്പോൾ നമ്മളെ സ്പോൺസർ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു രീതി നമ്മൾ നോക്കിയിരുന്നില്ലേ? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു രീതിയിൽ നോക്കിയിട്ടില്ല. അതിന് ഇപ്പോൾ എനിക്ക് ഇന്റർനാഷണൽ പോയി ഇപ്പോൾ ഈ വർഷം പോയി ഒരു മെഡൽ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വർഷം തൊട്ട് അതിനെപ്പറ്റി ആലോചിക്കാന്നുള്ള രീതി ഇരിക്കുക. പിന്നെ നമ്മളെ സ്പോൺസർ ചെയ്യാൻ നമുക്ക് എപ്പോഴും പോയി എല്ലാവർക്കും എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാനും പറ്റത്തില്ലല്ലോ. ആരെങ്കിലും മുൻകൈ എടുത്ത് ഇങ്ങോട്ട് വന്നാൽ നന്നായിരുന്നു എന്നുള്ള ഒരു ഫീലാണ്. പിന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം ഏതോ ദൈവം സഹായിച്ച് എൻ്റെ തന്നെ എമൗണ്ട് ഉണ്ടായിരുന്നു പോകാനുള്ളത്, അതുകൊണ്ട് ചെയ്യുന്നു. പിന്നെ ഡയറ്റ് ബാക്കിയുള്ള എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഡയറ്റ് ഫുഡ് തരുന്ന നിതിനാണെങ്കിലും അത് ഫിറ്റ് പ്ലേറ്റ്സിൽ നിന്ന് അവർ ഫുഡ് തരുന്നുണ്ട്. പിന്നെ ശരത്താണെങ്കിലും എനിക്ക് വെയിറ്റ് ട്രെയിനിങ് തരുന്നുണ്ട്. പിന്നെ ജിമ്മിൽ എനിക്ക് കൊളാബാണ്. സിദ്ധു ചേട്ടൻ ഈ ജിമ്മിൻ്റെ ഓണറാണ്, ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ അവരെനിക്ക് ട്രെയിനേഴ്സിനെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സ്പേസ് തരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കറക്റ്റ് ഒരു വർഷം കറക്റ്റായിട്ട് കിട്ടി പോകാനുള്ളൊരു ചാൻസ്. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഏകദേശം എത്ര നാളായി തുടങ്ങിയിട്ട്? പ്രാക്ടീസ് തുടങ്ങിയിട്ട് കറക്റ്റായിട്ടുള്ള എൻ്റെ സ്ട്രിക്റ്റ് ഡയറ്റായിട്ട് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് കറക്റ്റ് സ്ട്രിക്റ്റ് ഡയറ്റ് എടുത്ത് തുടങ്ങി. കാരണം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്ത് എല്ലാം തുടങ്ങിയത് ഇപ്പോൾ. പക്ഷേ എങ്കിലും ഒരു 1 year ആയിട്ടൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം മാത്രം ഞാൻ നാഷണൽ പോയില്ല, കാരണം കുറേ വർക്ക്സും കാര്യങ്ങളും അല്ലാതെ
ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ നടന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം മാത്രം നാഷണൽ പോയില്ല. അല്ലാതെ പ്രിപ്പറേഷൻസ് എപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ കോച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉള്ളവരെ എല്ലാവരെയും കോച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രാക്ടീസ് അതിൻ്റെ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു റുട്ടീൻ എങ്ങനെയാ പോകുന്നത്? ഇപ്പൊ ഡയറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ കൂടെ വർക്കൗട്ട്. ഇപ്പം ജിമ്മിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഡംബിൾസ് എടുത്ത് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാവിലെ അടുത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫുൾ വർക്കൗട്ടും ഡയറ്റും ആ പ്ലാനൊക്കെ എങ്ങനെയാ പോകുന്നത്? വർക്കൗട്ടും ഡയറ്റ്സും രാവിലെ എനിക്ക് ഉറക്കം ഭയങ്കര ഇതാണ്. കാരണം ഉറക്കം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. ചില സമയത്ത് എൻ്റെ ക്ലയൻസ് തന്നെ 9 മണി പറഞ്ഞാൽ ഞാൻ 9:45 എത്തുന്നത്. ടൈമിങ്ങിൽ ഇച്ചിരി പുറകോട്ടാണെങ്കിലും പക്ഷെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്ത് അവരുടെ എല്ലാവരുടെയും കോച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രാക്ടീസിൻ്റെ ടൈം കണ്ടുപിടിക്കുന്നത്. ഇത്രയും പേരെ ചെയ്യിപ്പിച്ച് വരുമ്പോഴേ നമ്മൾ മെൻ്റലി ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോകും. പിന്നെ ചെയ്യാനുള്ളൊരു മൈൻഡ് ആണതിൽ. എങ്കിലും എന്നെ വാടാ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള ഫ്രണ്ട്സൊക്കെ തന്നെ പിടിച്ച് മോട്ടിവേറ്റ് ചെയ്ത് പോയി പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഞാൻ ആ രീതിയിൽ റൊട്ടീൻ ചെയ്ത ഒരു പ്രത്യേക ഇന്ന റൊട്ടീനൊന്നുമില്ല. പക്ഷേ ഈ ഒരു മന്തായിട്ട് കറക്റ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് കോച്ചിങ്ങിന് പോകത്തുള്ളൂ. കാരണം എനിക്ക് അതിനുള്ള എനർജി അത്രയും സേവ് ചെയ്യേണ്ടതുകൊണ്ട് ആദ്യമേ ഞാൻ വന്ന് പ്രാക്ടീസ് ചെയ്യും. പിന്നെ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് പോയി ഒന്ന് ഉറങ്ങും. പിന്നെയും തിരിച്ച് വൈകിട്ട് ജിമ്മിൽ വരും. എനിക്ക് തോന്നുന്നൊരു 12 മണിക്കൂർ കൂടുതൽ ഞാൻ ജിമ്മിൽ തന്നെയാണ്. അല്ലേ, ഒരു ദിവസത്തെ പകുതി സമയം ജിമ്മിൽ തന്നെയാണ്. ഈ ചാമ്പ്യൻഷിപ്പ് ഒക്കെ പോകുന്നതിന്റെ ക്രൈറ്റീരിയസ് എന്തൊക്കെയാ? ക്രൈറ്റീരിയസ് നമ്മൾ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഓക്കെ ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. പിന്നെ അറ്റ്ലീസ്റ്റ് 2 നാഷണൽസെങ്കിലും കളിച്ചിരിക്കണം. മെഡൽ ഉണ്ടായിരിക്കണം ഇൻ്റർനാഷണൽ കളിക്കുന്നതിൽ. നാഷണൽ മെഡൽ ഉണ്ടായിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കണം. നമ്മുടെ ബെൽറ്റ് ഗ്രേഡിങ് ഉണ്ട് കിക്ക് ബോക്സിങ്ങിന്. എല്ലാ വർഷവും ബെൽറ്റ് ഗ്രേഡിങ്ങും ലൈസൻസിങ്ങും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. സർട്ടിഫിക്കറ്റ്സ് എല്ലാം പക്കയായിരിക്കണം. ഈ ബോക്സിങ്ങിൽ തന്നെ ഈ പല ഡിഫറൻസസ് ബോക്സിംഗ് എന്ന് പറയുന്നത് ഇതൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൽ കിക്കും കൂടി ആഡ് ആയിരിക്കും. കിക്ക് ബോക്സിംഗ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ നമുക്ക് കാലുകളെ യൂസ് ചെയ്യാൻ പറ്റും. ബോക്സിങ്ങിൽ നമുക്ക് കൈകൾ മാത്രമേ ചെയ്യാം. 6 പഞ്ചസ് ഉണ്ട്. 6 പഞ്ചസാണ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ ട്രൈ ചെയ്യണം. ബോക്സിങ് നമുക്ക് 6 പഞ്ചസിൻ്റെ കൂടെ കിക്സ് വരും. കാലുകൊണ്ട് നമുക്ക് ഒപ്പോണൻറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതാണ് കിക്ക് ബോക്സിങ്ങും ബോക്സിങ്ങും വ്യത്യാസം. ചെറുപ്പം തൊട്ടേ രാഹുലിന് ഇതോട്ടുണ്ടായിരുന്നു, ഒരു സ്പോർട്സിനോടും ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊരു താല്പര്യം ഉണ്ടായിരുന്നു? ഞാൻ അത്ലറ്റ് ആയിരുന്നു. ഞാൻ ഹൈ ജമ്പ് ഡിസ്ട്രിക്ട് ചാമ്പ്യനാണ്. പിന്നെ റണ്ണിങ്ങും കാര്യങ്ങളും അത്ലറ്റിക് ആയിരുന്നു. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. സ്പോർട്സാണ് മെയിൻലി. ഞാൻ എല്ലാ സ്പോർട്സും കളിക്കും. പിന്നെ അന്ന് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ രാവിലെ ഇടാൻ പെട്ടെന്ന് കയറി വന്നിട്ട് പറഞ്ഞു, നീ കിക്ക് ബോക്സിങ് പഠിക്കുക, ഞാൻ പഠിപ്പിക്കാം. അതുവരെ മനസ്സിലില്ലാതിരുന്ന കാര്യമാണോ കിക്ക് ബോക്സിങ്? കിക്ക് ബോക്സിംഗ് എന്നൊരു ചിന്ത എൻ്റെ മൈൻഡിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ബോക്സിംഗ് എന്നുള്ള ചിന്ത നമുക്ക് അറിഞ്ഞൂടെ എവിടെ പോകണം, എന്ത് പഠിക്കണം. സിനിമയിലൊക്കെ കാണുമ്പോൾ ഓക്കെ ഹീറോ അടിച്ചിട്ടുമ്പോഴത്തേക്കും ബോക്സിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എവിടെ പോകണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. പെട്ടെന്ന് ചേട്ടൻ കയറി വന്നു, രാവിലെ ചേട്ടൻ കയറി വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കിക്ക് ബോക്സിംഗ് പഠിപ്പിക്കാം, ഇതാവാം. എന്നിട്ട് അന്നോട്ട് സത്യം പറഞ്ഞാൽ ലൈഫ് ചേഞ്ച് ആയി തുടങ്ങി. ഇവിടെ വരാനിപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ പരിചയപ്പെടാനും പുതിയ പുതിയ രീതികളിൽ എല്ലാം കിക്ക് ബോക്സിംഗ് കൊണ്ട് കുറേ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കോമ്പറ്റീഷനൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി ഒക്കെ പറ്റിയിട്ടുണ്ടോ? കോമ്പറ്റീഷന് ഞാൻ ഇഞ്ചറി കിട്ടിയിട്ടുണ്ട്. എൻ്റെ മൂക്ക് പൊട്ടിയിട്ടുണ്ട്. ചുണ്ടിടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട്. അത് ഈ ഗെയിമിൻ്റെ ഒരു പാർട്ടാണ്. ഇഞ്ചുറീസ് പറ്റും. നമുക്ക് ലെഗിന് ഇഞ്ചറി പറ്റും, ലെഗ് ഫ്രാക്ചർ ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇഞ്ചറികൾ പറ്റും. ഞാൻ എൻ്റെ ഫസ്റ്റ് നാഷണൽ പോകുമ്പോൾ എൻ്റെ കോച്ച് എന്നെ കൊണ്ട് നമ്മൾ സെക്കൻഡ്സ് ഇരിക്കാൻ വേണ്ടിയിട്ട് കോച്ച് കൊണ്ട് ഇരുത്തും. ഇരുത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബക്കറ്റ് കാണും. ആ ബക്കറ്റ് എൻ്റെ വായിൽ ഇങ്ങനെ മൗത്ത് ഗാർഡ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് തുപ്പണം. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് തുപ്പാൻ നേരത്തെ എൻ്റെ കോച്ച് പറഞ്ഞു, ഞാൻ ബക്കറ്റിലേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താന്ന് പറഞ്ഞാൽ ഞാനങ്ങ് നോക്കിയപ്പോൾ ആ ബക്കറ്റ് നിറച്ച് ബ്ലഡാണ്. കാരണം ഇതിന് മുമ്പ് ഫൈറ്റ് ചെയ്തവരുടെ ചുണ്ട് പൊട്ടിയതും ചെള്ള പൊട്ടിയതും എല്ലാം ബ്ലഡ് അതിൻ്റെ അകത്താണ്. അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് നാഷണൽ മാച്ചിന് കയറാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ്. കാരണം ഞാൻ അത്രയും ബ്ലഡ് ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഞാൻ കാണാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അത് കണ്ടിട്ട് കയറി ചെന്നിട്ടും പക്ഷേ ആ നാഷണലിലും എനിക്ക് മെഡൽ ഉണ്ടായിരുന്നു. ആ ഗെയിമിൽ എനിക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ആ ഗെയിമിലാണ് എനിക്ക് മൂക്ക് പൊട്ടി ചോര വന്നത്. അപ്പോഴും തിരിച്ചു വന്നിട്ട് രാഹുലിനൊന്നും ഇല്ല പറഞ്ഞ് മൂക്കിലേക്ക്
ഒരു ബഡ്സ് ഇട്ട് ഇപ്പൊ ബ്ലീഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ ചിലപ്പം ഇത് ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കും. ബ്ലീഡ് ചെയ്യുന്ന ടൈമിൽ അവർ സ്റ്റോപ്പ് വിളിക്കും. എങ്കിലും ഒരു ചിലപ്പോൾ പൊട്ടി ബ്ലഡ് ഒന്നും താഴേക്ക് എത്തുന്ന കാണാൻ ടൈം എടുക്കുമായിരിക്കും. ആ ടൈമിൽ ചിലപ്പോൾ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. എങ്കിലും അവർ സ്റ്റോപ്പ് ചെയ്യും, അപ്പോഴേ മെഡിക്കലിനെ വിളിക്കും. സേഫ്റ്റി എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഹോസ്പിറ്റലിൽ ആയിരിക്കും, ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, നഴ്സസ് ഉണ്ടായിരിക്കും. ഈ കാലിനൊക്കെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അതൊന്ന് റിക്കവർ ആവാനായിട്ട് ടൈം എടുക്കില്ല. അപ്പം ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു കോമ്പറ്റീഷനിലേക്ക് പോകുന്ന ടൈമിലുള്ളൊരു ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ കാലിൻ്റെ ഇഞ്ചുറി അതൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്യപ്പോൾ? എനിക്ക് കഴിഞ്ഞ കേരള സ്റ്റേറ്റിന് ലെഗ് ഇഞ്ചുറി ഫ്രാക്ചർ ആയിരുന്നു. പക്ഷെ അതിൻ്റെ നെക്സ്റ്റ് മാച്ച് എനിക്ക് കളിക്കണം. കാരണം ലാസ്റ്റ് മാച്ച് ഫൈനൽ മാച്ചാണ്. അത് മിസ് ചെയ്താൽ എനിക്ക് ഗോൾഡ് മിസ്സാവും. അതുകൊണ്ട് ഇനി അത് കളിച്ചേ വരത്തുള്ളൂ. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മുടെ ലെഗിൽ ഫ്രാക്ചർ ആയിട്ടും ഞാൻ ബാൻഡേഡ് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ വലിയ ഫ്രാക്ചർ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ക്രാക്ക് കണക്ക് വീണായിരുന്നു. അത് പക്ഷേ ഞാൻ അന്നറിഞ്ഞില്ല, പിറ്റേ ദിവസം എക്സ്റേ എടുത്തപ്പോൾ അറിയുന്നത്. പക്ഷേ നമുക്ക് ചില ടൈമിൽ നമ്മൾ അവിടെ നിന്നിട്ട് ഇഞ്ചുറി വന്നാലും കളിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞാൻ പറയും ഇഞ്ചുറി വന്നാലും പിന്നെ കളിക്കാൻ പോലും. കാരണം അത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കളിക്കാൻ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളൊരു 3-4 മാസം പിന്നെ വേസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഇഞ്ചുറി പറ്റിയിട്ട് പിന്നെയും കളിക്കാൻ പോയതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് നമ്മുടെ മൈൻഡിൽ കളിക്കാം, ഇപ്പോൾ മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് അന്ന് മിസ്സായില്ല. ചിലപ്പോൾ ഇനി പോകുമ്പോഴത്തേക്കും ഗോൾഡും മിസ്സാവും, ചിലപ്പോൾ ലൈഫും പോകും. അതുകൊണ്ട് ഇഞ്ചുറി പറ്റിയിട്ട് കളിക്കാൻ പോകുമല്ലോ എന്ന് ഉള്ളൊരു മൈൻഡ് ഉണ്ട് എനിക്ക്. ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കിക്കായിട്ട് മാറിയേക്കാണോ? ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് കിക്കായിട്ട് മാറാൻ കാരണം തോൽക്കുമ്പോൾ നമുക്ക് ജയിക്കണമെന്ന് തോന്നും. ഇപ്പോൾ കഴിഞ്ഞ 2 നാഷണലിലും എനിക്ക് ഞാൻ ഹാർഡ് പഞ്ചിൽ ഡിസ്ക്വാളിഫൈ ആയ ആളാണ്. എന്ത് പഞ്ചില്? ഹാർഡ് പഞ്ച്. നമുക്ക് തട്ടാമിയിൽ ഹാർഡ് പഞ്ച് 60% മേളിൽ പവർ യൂസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് യൂസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ഐഡിയ എനിക്കില്ല. പക്ഷേ എങ്കിലും എന്നെ ഹാർഡ് പഞ്ചിൽ ഡിസ്ക്വാളിഫൈ ചെയ്തു. 2 വർഷം ഡിസ്ക്വാളിഫൈ ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ബ്രോൺസ് മെഡലാവും. അപ്പോൾ എനിക്കില്ല, ഇവരെ ജയിച്ച് കാണിച്ചു കൊടുക്കണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. അവിടെ ചെന്നിട്ട് അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ചാൻസ് വന്നു, അവിടെ ചെന്നിട്ട് ജയിച്ച് കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ വേറെ രാജ്യത്തുള്ളവരായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണലാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് അവിടെ പോയിട്ട് വേണം ഇനി എങ്ങനെയാണെന്നുള്ളത് അറിയാം. പക്ഷെ ജയിച്ച് കാണിക്കണം എന്നുള്ളതുണ്ട്. മൈൻഡിൽ ജയിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. യെസ്, എല്ലാം അങ്ങനെ തന്നെ നടക്കണ്ട. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു സിനിമാ മോഹവും ഉണ്ടല്ലേ? അപ്പൊ ഓഡിയൻസിന്റെ രാഹുലിന്റെ ആദ്യത്തെ കോ ആക്ടർ ഞാനായിരുന്നു കേട്ടോ. അപ്പൊ അതെങ്ങനെ ബാലൻസ് ചെയ്യും? സിനിമാ മോഹം ഒക്കെ അതിന്റെ ഇടയിൽ എങ്ങനെയായിരുന്നു വന്നത്? സിനിമാ മോഹമാണ്. കൊച്ചിലെ തൊട്ട് എൻ്റെ അച്ഛൻ എന്നെ ഫീഡ് ചെയ്തതാണ് സിനിമ. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, തട്ടത്തിൻ മറയത്ത് കണ്ടിട്ടല്ലേ ഡിറക്ഷൻ? തട്ടത്തിൻ മറയത്ത് കണ്ടിട്ട് എപ്പോഴും സാധാരണ അച്ഛന്മാർ പോയി സിനിമ കണ്ടിട്ട് നമ്മളൊരു നടനെ അപ്രീഷിയേറ്റ് ചെയ്യും. നടനെ അന്ന് മോഹൻലാലിൻ്റെ പടം റിലീസായ അച്ഛൻ എല്ലാ മോഹൻലാലിൻ്റെ പടം കൊണ്ട് കാണിക്കും. മോഹൻലാലിൻ്റെ പടമൊക്കെ റിലീസ് ആകുമ്പോഴത്തേക്ക് അച്ഛൻ കൊണ്ട് കാണിച്ചിട്ട് നടനെ ആയിരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എല്ലാവരും. പക്ഷെ ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ ഒരു സിനിമ കണ്ടിറങ്ങിയിട്ട് അവനൊരു അടിപൊളി സംവിധായകനാ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്കും സംവിധായകൻ എനിക്ക് അന്ന് വരെ ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അവരാണ് ഇത്ര ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞൂടെ. അപ്പോൾ അച്ഛൻ എനിക്കത് പറഞ്ഞത് എനിക്ക് ഭയങ്കര ട്രിഗറായി. ഡയറക്ടറോ അപ്പോൾ പോയി പേര് വെച്ചപ്പോൾ വിനീത് ശ്രീനിവാസൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരാളുണ്ട്, ഇതാണ് പുള്ളിയാണ് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്കതാവണം, ഡയറക്ടർ ആവണം എന്നുള്ളൊരു ചിന്ത അന്ന് തുടങ്ങിയതാണ്. പക്ഷെ അന്നൊരു രീതിയിൽ തുടങ്ങി. പക്ഷേ പിന്നീടത് സിനിമകൾ കാണാൻ തുടങ്ങി. പിന്നെ കുറേ സിനിമകൾ കാണാൻ തുടങ്ങി. മോഷൻ സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫ്രസ്ട്രേഷൻ ആവാൻ തുടങ്ങി. ഇല്ല ഇതല്ല എടുക്കണ്ട, ഇങ്ങനെ എടുക്കണം എന്നുള്ള ചിന്തകൾ വരാൻ തുടങ്ങി. അങ്ങനെ സിനിമ എടുക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് വർക്ക്സൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ചെയ്തു. ഒരു പടത്തിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തു. പിന്നെ ഒരെണ്ണത്തിലിപ്പോൾ അഭിനയിച്ചു, അത് റിലീസാവുന്നുണ്ട്. അതിൻ്റെ കോ ആക്ടറാണ്. പിന്നെ സിനിമ ആണ്. സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഓപ്ഷനായിരുന്നു കിക്ക് ബോക്സിങ്. പക്ഷേ കിക്ക് ബോക്സിങ് ഇപ്പോൾ രണ്ടും ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വന്ന് എനിക്കിപ്പോൾ എൻ്റെ ഒരു വർക്ക് ഞാൻ അനൗൺസ് ചെയ്തിട്ടേക്കുണ്ട്. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്, പ്രൊഡ്യൂസർ ഉൾപ്പെടെ. അത് ഞാൻ ഈ ഇൻ്റർനാഷണൽ കഴിഞ്ഞിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ബാക്ക് ടു ബാക്ക് പരിപാടികൾ ഓണായിട്ട് തന്നെ ഇരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഭയങ്കര എപ്പോഴും കംഫർട്ടായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും എന്നെ തന്നെ ഞാൻ അൺകംഫർട്ട് ആക്കിയിട്ട് പിന്നെയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചുമ്മാതിരുന്നാൽ ഞാൻ എന്തോ വേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജഡ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു തോന്നലുള്ള. സിനിമ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊക്കെ ചാൻസ് തരണം. ഫസ്റ്റ് കോ ആക്ടറിനെ മറക്കാൻ പാടില്ല. അപ്പം എന്തായാലും 31 പോകുമല്ലേ? 31 കോമ്പറ്റീഷൻ എന്നായിരുന്നു?
കോമ്പറ്റീഷൻ നമുക്ക് ഫസ്റ്റ് ദിവസം വെയിറ്റിംഗ് ആണ്. വെയിറ്റിങ്ങിന് കറക്റ്റ് വെയിറ്റ് ഒക്കെ നമ്മൾ ബാലൻസ് ചെയ്യണം. അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ബോർഡ് ലിസ്റ്റ് വരും. ബോർഡ് ലിസ്റ്റിൽ അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ മാച്ച് ഉണ്ട്. എന്തായാലും ഫസ്റ്റ് ദിവസം തൊട്ട് മാച്ച് ഉണ്ടായിരിക്കും, സെക്കൻഡ് തൊട്ട് മാച്ച് ഉണ്ടായിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ട് രാഹുൽ എത്തുന്നു. എന്നെ ലൈക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്ത ടൈമിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ വരെ എത്തി. എനിക്കറിയില്ല ലൈക്ക് കിക്ക് ബോക്സിങ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അന്ന് അറിയായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ എടുത്ത് കൊടുക്കാൻ. അന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് രാഹുൽ എൻ്റെ ബോക്സിംഗ് ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ ഇന്റർനാഷണൽ പോകുന്നത് എൻ്റെ വീട്ടുകാർക്ക് ഒരു ഞാൻ അയച്ചു കൊടുക്കാം വീഡിയോ. ഞാൻ ഇന്റർനാഷണൽ പോകുന്ന കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ഡേറ്റ് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. നാളെ വീട്ടിലോട്ട് പോകുമ്പോൾ പറയണോ വേണ്ടോ എന്നുള്ളൊരു ആലോചന ഇരിക്കുക. കാരണം എനിക്ക് എവിടെയെങ്കിലും ഞാൻ പോകുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാറുണ്ട്, അവൻ എവിടെയെങ്കിലും പോകും എന്തെങ്കിലും കൊണ്ടുവരുമ്പോഴാണ് അറിയുന്നത് അവനിവിടെ പോയി ഇത് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയിട്ട് ഒരു ഇൻ്റർനാഷണൽ പോയിട്ട് ഒരു മെഡൽ കൊണ്ടുവന്നിട്ട് അത് അറിഞ്ഞാൽ മതി എന്നുള്ളൊരു പിന്നെ ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് മെഡൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്നുള്ളൊരു ഐഡിയ. എല്ലാം അപ്പം നന്നായി വരട്ടെ. നമുക്ക് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഗോൾഡ് മെഡലായിട്ട് ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോകണം. അപ്പോൾ ഗോൾഡ് മെഡലായിട്ട് വരാൻ തന്നെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാനാവും. താങ്ക് യു സോ മച്ച്.